കരുനാഗപ്പള്ളി മാലുമേൽ ഭഗവതി ക്ഷേത്രത്തിൽ ഉത്സവത്തിന് തുടക്കമായി. 14-ന് കെട്ടുകാഴ്ചയോടെ ഉത്സവം സമാപിക്കും. ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിലാണ് ഇക്കാര്യം അറിയിച്ചത്. കരുനാഗപ്പള്ളി മാലുമേൽ ഭഗവതി ക്ഷേത്രത്തിൽ മേട വിഷു ഉത്സവത്തിന് തുടക്കമായി. 14-നാണ് ഉത്സവം സമാപിക്കുന്നതെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. വെള്ളിയാഴ്ച വൈകിട്ട് 5-ന് മാലുമേൽ സാന്ത്വനം മന്ത്രി ജെ ചിഞ്ചുറാണി ഉദ്ഘാടനം ചെയ്യും. ശനിയാഴ്ച മുതൽ സപ്താഹയജ്ഞത്തിന് തുടക്കമാകും. 5-ന് വൈകിട്ട് 3-ന് താലപ്പൊലി ഘോഷയാത്ര നടക്കും. തിങ്കളാഴ്ച വൈകിട്ട് 4-ന് ഗ്രാമപ്രദക്ഷിണ താലപ്പൊലി ഘോഷയാത്ര, 7:30-ന് നാടകം, ചൊവ്വാഴ്ച വൈകിട്ട് 6-ന് താലപ്പൊലി ഘോഷയാത്ര, 6:30-ന് ആൽത്തറമേളം, 9-ന് പഞ്ചാരിമേളം എന്നിവയും നടക്കും. ഞങ്ങളുടെ ക്ഷേത്ര കരകളിൽപ്പെട്ട ആൾക്കാർക്കുള്ള ചികിത്സാ ധനസഹായ വിതരണം നടത്തും. അതോടൊപ്പം തന്നെ ഹിന്ദു ഐക്യവേദിയുടെ സംസ്ഥാന സെക്രട്ടറി തെക്കടം സുദർശൻ ആധ്യാത്മിക സന്ദേശം നൽകും. ചടങ്ങിൽ കലാസന്ധി ഉദ്ഘാടനം ചെയ്യാനായിട്ട് ഇത്തവണ വിശിഷ്ട അതിഥിയായി എത്തുന്നത് ടോപ്പ് സിംഗർ രവേശ് ടിവിയുടെ ടോപ്പ് സിംഗറിലൂടെ എല്ലാവരുടെയും മനം കവർന്ന കൊച്ചു ഗായിക അമൃതവർഷിണിയാണ് ഇത്തവണ കലാസന്ധി ഉദ്ഘാടനം ചെയ്യുന്നത്. ഏപ്രിൽ 5 മുതൽ 11 വരെയാണ് മാലുമേൽ ശ്രീ ഭഗവതി ക്ഷേത്രത്തിലെ മേടവിഷു മഹോത്സവത്തിലെ ഏറ്റവും പ്രൗഢഗംഭീരമായ ആചാര ചടങ്ങായ സപ്താഹയജ്ഞം നടക്കുന്നത്. സപ്താഹയജ്ഞത്തിന് ഇത്തവണ നേതൃത്വം നൽകുന്നത് ശ്രീ വനവാതുക്കര കണ്ണൻ എന്ന ഭാഗവതരത്നം ആചാര്യനാണ്. 11-ന് വൈകിട്ട് 4-നാണ് അവഭൃത സ്നാന ഘോഷയാത്ര. 12-ന് വൈകിട്ട് 4-ന് വാഹന ഘോഷയാത്ര നടക്കും. 13-ന് വൈകിട്ട് 6:10-ന് മാലുമേൽ പൊങ്കാലയും രാത്രി 7:30-ന് നാടകവും നടക്കും. 14-ന് പുലർച്ചെ പുഷ്പാലങ്കാരം, 4:45-ന് തിരുവാഭരണ ചാർത്ത, 11-ന് സർപ്പപൂജ, 5-ന് കെട്ടുകാഴ്ച എന്നിവയും നടക്കും. ഒപ്പം നമ്മുടെ മേടവിഷു മഹോത്സവവുമായി ബന്ധപ്പെട്ട് ലാസിക് ഡോൾ DJ സംവിധാനം പൂർണ്ണമായും നമ്മുടെ ക്ഷേത്രത്തിൽ നിന്നും ഒഴിവാക്കപ്പെട്ടിരിക്കുകയാണ്. അതിന് പ്രത്യേകമായി പോലീസ് ഉദ്യോഗസ്ഥരുടെ മേൽനോട്ടവും ഇതിനുണ്ടായിരിക്കുമെന്ന് അറിയിക്കും. ദേവസ്വം പ്രസിഡന്റ് എസ് രഘുനാഥൻ, സെക്രട്ടറി ഷിബു എസ് തൊടിയൂർ, ജോയിന്റ് സെക്രട്ടറി കെ ഗോപാലകൃഷ്ണപിള്ള, പ്രോഗ്രാം കമ്മിറ്റി കൺവീനർ VT അനിൽകുമാർ, V വിശ്വംഭരൻ, സപ്താഹ കമ്മിറ്റി കൺവീനർ മനോജ് സ്മായാലിയം എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി.